ഹായ് ഗേസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഔഷധത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് ഇലമുളച്ചി എന്ന് പറയുന്നത് പച്ചമരുന്ന് കേട്ടോ. ഈ ഇല ഞാൻ 2 ഇലയാണ് കൊണ്ട് ഇതിനകത്ത് നട്ടു വെച്ചത്. ഇതിൻ്റെ ഇല നട്ടാൽ മതി, അത് കിളുത്ത് വരും. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് നട്ടു വെച്ചിട്ട് 1 മാസത്തോളമായി കേട്ടോ. 1 മാസമായപ്പോഴത്തേക്ക് ആ ഇലയുടെ സൈഡിൽ നിന്ന് വീണ്ടും കിളിപ്പ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ. ഈ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതുണ്ട്. ഈ ഇലമുളച്ചി കിഡ്നി സ്റ്റോണിൻ്റെ മരുന്നാണ് കേട്ടോ. ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഈ കല്ല്, നമ്മുടെ സ്റ്റോൺ ഉരുക്കിക്കളയും. ഇത് കഴിച്ചാൽ മതി. 7 ദിവസം നമുക്ക് ഇത് കഴിക്കണം. എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 7 ഇല എടുക്കണം. ഇത്രയും വലിയ ഇല വേണ്ട കേട്ടോ. ഇത് വലിയൊരു ഇലയായിരുന്നു. ഈ നടാൻ വേണ്ടി ഞാൻ വലിയ ബിഗ് ഇല എടുത്ത കേട്ടോ. ഇതിൻ്റെ പകുതിയുള്ള ഒരില, സാധാ ഒരില, അതിൻ്റെ ഒരില നമ്മൾ ചവച്ച് തിന്നാൽ മതി. ചവച്ച് തിന്നാം. രാവിലെ വെറും വയറ്റിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കഴിക്കണം കേട്ടോ. ചവച്ചല്ലാതെ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരില എടുത്തിട്ട് നമ്മൾ അരകല്ലിൽ വെച്ച് അരയ്ക്കണം. മിക്സിയിൽ അരയ്ക്കില്ല, അരകല്ലിൽ വെച്ച് അരച്ചരച്ച് എന്നിട്ട് എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. അതിനകത്ത് ഈ ഇലയിൽ നല്ല ധാരാളം വെള്ളമുണ്ട്. എന്നിട്ട് അരച്ചെടുത്തിട്ട് അത് നമ്മൾ അരിപ്പയ്ക്കകത്ത് അരിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ സ്പൂൺ വെച്ച് ഞെക്കി അതിൻ്റെ നീര് മൊത്തം എടുക്കണം. എന്നിട്ട് അത് 7 ദിവസം കുടിക്കണം കേട്ടോ. 7 ദിവസം കുടിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു 10-15 ദിവസം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിന് കുറച്ച് കുറവുണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ അത് കുറച്ച് പൊക്കോളും കേട്ടോ. അങ്ങനെ കഴിച്ച് നോക്കണം. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഇല കൊണ്ട് പിടിപ്പിക്കണം. ഒരു ഇലമുളച്ചി നമുക്ക് ഒരു ഔഷധമായതുകൊണ്ട് നമുക്ക് അതൊരു ചെടിയായിട്ട് നമുക്ക് വീട്ടിൽ നട്ടു വളർത്താം. നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് കിഡ്നി സ്റ്റോൺ മാത്രമല്ല, നമുക്ക് ആസിഡിറ്റി വരുന്ന ആൾക്കാരുണ്ട്. ആസിഡിറ്റി ഉള്ളവർക്ക് ഇതിൻ്റെ ഇല ചവച്ച് തിന്നാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അത് നല്ല മാറ്റം വരും. നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. എല്ലാവരും ചെയ്യണം ഗേസ്. ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.